നോട്ട് നിരോധനം പൂർണ്ണ പരാജയമായ സാഹചര്യത്തിലാണ് മോദിയെ ജനകീയ വിചാരണ ചെയ്യുന്ന പരിപാടി കോൺഗ്രസ് സംഘടിപ്പിച്ചത്. പ്രതീകാത്മക കോടതിയിൽ മോദിയെ ജനങ്ങൾ വിചാരണ ചെയ്തു. എന്നെ ഈ ഇതിൽ പെടുത്തിയതാണ്, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് അനുമതി. വിചാരണയ്ക്ക് മുമ്പ് എങ്ങനെ ഒഴിവാക്കും? ഇത് ലാവ്ലിൻ കേസല്ലല്ലോ. താങ്കൾ പിണറായി വിജയനല്ല. ജനകീയ വിസ്താരം നടക്കട്ടെ. കച്ചവടക്കാരും യാത്രക്കാരും സാധാരണ ജനങ്ങളുമെല്ലാം മോദിക്കെതിരെ കുറ്റം ഉന്നയിച്ചു. എന്റെ കുഞ്ഞിന്റെ വിരൽ തുല്യം ചേർക്കാൻ കഴിഞ്ഞില്ല. ഈ വിധം എന്നെ തകർത്ത നടപടി സ്വീകരിച്ച നരേന്ദ്രമോദിയെ തൂക്കിലേറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. ജനപക്ഷത്തു നിന്നും മോദിക്കായും അഭിഭാഷകർ വാദങ്ങൾ അവതരിപ്പിച്ചു. പിന്നെ ജഡ്ജിയുടെ വിധി. താങ്കൾ ഉടൻ തന്നെ രാജിവെച്ച് ഈ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകണം എന്നാണ് ഈ കോടതി വിധിക്കുന്നത്. ജനകീയ കോടതി ഇവിടെ നിങ്ങൾക്ക് വിധാനം. അങ്ങനെ ജനകീയ കോടതി വിധി നടപ്പിലാക്കിയിരിക്കുന്നു. 50 ദിവസം കഴിഞ്ഞിട്ടും കാര്യങ്ങൾ ശരിയാകാത്ത സാഹചര്യത്തിൽ മോദി രാജിവെക്കണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത VM സുധീരൻ ആവശ്യപ്പെട്ടു. ഈ രാജ്യത്തെ കള്ളപ്പണക്കാരുടെയും കോർപ്പറേറ്റുകളുടെയും കള്ളനോട്ടുകാരുടെയും പിടിയിലേക്ക് തള്ളിവിടുകയാണ് മോഡി ചെയ്തത്. ഈ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ തനിക്ക് അർഹതയില്ല എന്ന് തെളിയിച്ച നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുക, അതാണ് നിങ്ങൾക്ക് ശിക്ഷ ഏറ്റെടുക്കുമ്പോൾ ചെയ്യാനുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.